ഇപ്പോൾ പത്തനംതിട്ട എന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ബാംഗ്ലൂരും കർണാടകന്നൊക്കെ അങ്ങോട്ട് ഞങ്ങൾ ബാംഗ്ലൂരിനാണ് വരുന്നത്. ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് അവിടെ നിന്ന് കയറിയില്ല. ഞങ്ങൾ അറിഞ്ഞില്ല കായംകുളം അവിടെ എറണാകുളം ഒക്കെ വന്നപ്പോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞങ്ങൾ പുനലൂർക്ക് പോകണം. അതെ, ഇല്ല, അറിഞ്ഞില്ല. എന്ത് നേട്ടമുണ്ടായി നിങ്ങൾക്ക്? ഒന്നും വന്നിട്ടില്ലല്ലോ ആർക്കും. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തതാ കണ്ടോ. ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാരുടെ വീട്ടിലായിരുന്നു അവന്മാർ ഇത് ചെയ്തനെ. അവന്മാരുടെ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? ഈ ഹർത്താലിന്റെ കാര്യം അറിയാതെ എത്തിയ പലർക്കും ഇതുപോലെ ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വാഹനങ്ങൾ തടയില്ലെന്നും കടകൾ അടച്ചിടില്ലെന്നും അറിയിച്ചതിന് ശേഷമാണ് അപ്രതീക്ഷിതമായി വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാർ ഞങ്ങളൊന്നും മിണ്ടിയില്ല. വേണ്ട, ഞങ്ങൾക്ക് ആരും സഹായം വേണ്ട. സമരക്കാരൊന്നും സമരം നിശ്ചയിച്ചില്ല. സാരമില്ല, പൊക്കോട്ടെ. ഞങ്ങളുടെ പേരോ റിൻസി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുവാ. അല്ല, എന്റെ വീട് പാലമുക്ക്. അവര് തടഞ്ഞില്ല. അവിടെ ചാരുമൂട് വെച്ച് ബസ്. ഓൾറെഡി ന്യൂസിൽ കൊടുത്തിട്ടുണ്ടല്ലോ KSRTC ബസ് ഓടണം, ഈ വയ്യാത്തവരെയും കൊണ്ട് പോകണം, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇവര് KSRTC ബസ് യാത്ര ചെയ്തവരെ തടഞ്ഞ്? എന്തിനാ? അറ്റ്ലീസ്റ്റ് ഒരു മര്യാദയെങ്കിലും വേണ്ട. ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വരും. നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുന്നതാ, നമ്മൾ അറിയുന്നില്ല. ഓക്കെ, അവർ പറയുന്ന ന്യൂസ് കാണാൻ എന്തുകൊണ്ടാ? നമ്മൾ കണ്ടില്ല. നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നതും എന്താ സമരമാണെന്ന്. നമ്മൾ അറിയുന്നില്ല. എവിടെ? ഞങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി കായംകുളത്ത് ഇറങ്ങിയത്. കായംകുളത്തുനിന്ന് പിന്നെ KSRTC ബസ്സിന് പുനലൂർ ബസ് ഉണ്ടായിരുന്നു. അവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓട്ടോ ഞങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാ. ആ ബസ് അവർ ഇവിടെ വെച്ച് തടഞ്ഞു. വിടത്തില്ലെന്ന് പറഞ്ഞവര്. നമുക്കറിയില്ല. അല്ല, അറ്റ്ലീസ്റ്റ് ഒരു പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതാ. അവരിപ്പോ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ന്യൂസ് കണ്ടില്ലേ? നിങ്ങൾ അത് കണ്ടില്ലേ? ഇത് കണ്ടില്ല? നമ്മൾ കണ്ടു, സമ്മതിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ ഇല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങൾ പോയി പോലീസുകാരോട് പറഞ്ഞു. നാളെ ഒരു കാലത്ത് അവരോട് പ്രതികരിക്കത്തില്ലെന്നെന്താ? അയാൾ പറഞ്ഞു കേട്ടു. പിണറായിയോട് പറയുന്നത് എന്ത്? പിണറായിയോട് ഈ ഭരണം വന്നതോടു കൂടിയാണ് ജനങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലായോ? ജനങ്ങൾ ഇങ്ങനെ ആയത് ഈ ഭരണം കൊണ്ടല്ല, വേറൊന്നും കൊണ്ടുമല്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നതും എനിക്ക് ഉറപ്പ്. എന്താ എനിക്ക് ഉറപ്പ്? ഒരു ഉറപ്പും ഇല്ല. എവിടെ ആയാലും ഞാൻ തുറന്നു പറയേണ്ടത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്കും അവർക്കും ഇതുപോലെ ഒരു സാഹചര്യങ്ങൾ അവസ്ഥകൾ വരുമ്പോ അവര് പഠിച്ചോളൂ. ഈ യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഈ ഹർത്താൽ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷിജോ കുര്യൻ തത്സമയം ചേരുന്നു. ഷിജോ കുര്യൻ, വിവരങ്ങൾ. SKN ബാംഗ്ലൂരിൽ നിന്ന് വന്ന 2 യാത്രക്കാരാണ് അടൂരിൽ വന്ന് കുടുങ്ങിയത്. അവർക്ക് ഇവിടുന്ന് പാലക്കയത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ വന്നപ്പോൾ അവരെ സമരാനുകൂലികൾ തടഞ്ഞു. സമരക്കാരും ഈ യാത്രക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അവർ ഭക്ഷണം പോലും കഴിച്ചില്ല. 2 കുഞ്ഞ് കുട്ടികളടക്കം 2 പേരുടെയും കൈവശമുണ്ട്. അവർ 2 പേരും ഭക്ഷണം പോലും കഴിക്കാതെ ഇന്നലെ അവിടുന്ന് കയറിയതാണ്. ഇപ്പോൾ അവരിനി എങ്ങനെ പോകുമെന്നറിയില്ല. സമരക്കാർ കൊണ്ടുവിടട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സമരക്കാർ കൊണ്ടുവിടട്ടെ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞങ്ങൾ ഇത്രയും വരാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ബാക്കിയും കൂടെ പോയിക്കോളാം, കുഴപ്പമില്ല. അവർക്ക് കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല. കയ്യിലുണ്ടല്ലേ? സമരം അറിഞ്ഞിരുന്നു? ഹർത്താൽ അറിഞ്ഞിരുന്നു? അറിഞ്ഞില്ല. കയറി കഴിഞ്ഞപ്പോഴായിരുന്നു. കാരണം ഇന്നലെ ഉച്ചയോടെ കണ്ടോ അല്ലേ? ഞങ്ങൾ അറിഞ്ഞില്ല. ന്യൂസിലൊന്നും അങ്ങനെ കണ്ടില്ല. കാരണം മൊത്തത്തിൽ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെ പോകുന്നു കുട്ടികളുമായിട്ട്? അറിയത്തില്ല. എന്തെങ്കിലും നോക്കണം.
SKN ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഈ ഹർത്താലാന്ന് അറിഞ്ഞിരുന്നുമില്ല. അങ്ങനെ ഈ അടൂരിൽ വന്ന് കുടുങ്ങിയ ആളുകളാണ്. കൈക്കുഞ്ഞുങ്ങളടക്കമുണ്ട്. ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ പോകുമെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് സമരക്കാർ ഞങ്ങളെ കൊണ്ടുവിടട്ടെ എന്നുള്ള കാര്യവും ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റു ചിലർ പറയുന്നത് എങ്ങനെ പോകുമെന്ന് അറിയില്ല. ഇനി പാലക്കയത്തേക്കും പുനലൂരിലേക്കും ഒക്കെയാണ് പോകേണ്ടത്. കൈക്കുഞ്ഞുങ്ങളുണ്ട്, ബാഗുകളുണ്ട്, ലഗേജ് ഉണ്ട്. ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളാണ്, സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സമരത്തിന്റെ ഭാഗമായിട്ട്, ഹർത്താലിന്റെ ഭാഗമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഓരോ ആളുകളും നേരിടുന്നുണ്ട്. അടൂരിൽ വലിയ തരത്തിൽ സമരാനുകൂലികൾ കടകൾ അടയ്ക്കുകയും ബാങ്കുകൾ അടപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം സമരാനുകൂലികൾ തീർക്കുന്നുണ്ട്. തീർത്തും സമാധാനപരമായിരിക്കും സമരം, ഹർത്താലും എന്നൊക്കെ പറയുമ്പോഴും ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് യാതൊരു വിധത്തിലും ബസ് കടത്തിവിടുന്നില്ല. റോഡിന്റെ പുറത്ത് വാഹനം പാർക്ക് ചെയ്ത് ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് ഇവിടുന്ന് ആളുകൾ മടങ്ങിപ്പോകുന്നത്. കൂടുതൽ ആളുകൾ കൂടി ഇതിന്റെ പലയിടങ്ങളിലേക്കായിട്ട് വന്നിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. എങ്ങനെ പോകുമെന്ന് പോലും അറിയാതെ പല ആളുകളും ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. ബസ്സിലൊക്കെ യാത്രക്കാരുണ്ട്. പക്ഷേ അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കൃത്യമായിട്ട് ബസ്സോ സർവീസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സമരാനുകൂലികൾ പൂർണ്ണമായിട്ട് ബസ് ഈ പറയുന്ന അടൂർ KSRTC സ്റ്റാൻഡിലേക്ക് കടത്തിവിടാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് തീർക്കുന്നത്. നേരത്തെ ഫെഡറൽ ബാങ്കും അതുപോലെ യൂണിയൻ മണിയും മറ്റ് മുത്തൂറ്റും വിവിധ ബാങ്കുകൾ പ്രതിഷേധക്കാർ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ നിരവധി യാത്രക്കാരൊക്കെ നിൽക്കുന്നത് കാണാം. നമുക്ക് ഇവര് പല ആളുകളും പല വിവിധ ഇടങ്ങളിലേക്ക് പോകേണ്ട ആളുകളാണ്. എവിടേക്ക് നിൽക്കുന്ന നിൽക്കുന്നു 8:30 മുതൽ പിന്നിട്ടു വാല്യുവേഷൻ ക്യാമ്പിൽ പോകേണ്ട അധ്യാപികയാണ്. ഭാഗ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച സമയത്താണ് അങ്ങോട്ടൊരു വണ്ടി വന്നത്. അവർ 8:30 മുതൽ കാത്തു നിൽക്കുന്ന ആളുകളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.